ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ബിഗ് ബോസ് സീസൺ 7 ആര് വീഴും ആര് വാഴും എന്ന് നോക്കാനുള്ള നോമിനേഷൻ പ്രക്രിയ നമ്മുടെ മത്സരാർത്ഥികൾ ചെയ്തു കഴിഞ്ഞു. ആരൊക്കെ രക്ഷപ്പെട്ടു എന്ന് നോക്കണ്ടേ, ആരൊക്കെ പെട്ടു എന്ന് നോക്കാം. അക്ബർ, ആര്യൻ, ജിസേൽ, സാബുമോൻ, ആദില, അഭിലാഷ്, ലക്ഷ്മി, ബിന്നി, ജിഷിൻ, ഷാനവാസ്, ഇത്രയും പേര് നോമിനേഷനിനകത്തുണ്ട്. നൂറ ഇമ്മ്യൂണിറ്റി പവറുള്ളതുകൊണ്ട് നൂറ സേവാണ്. അതുപോലെ തന്നെ ക്യാപ്റ്റൻ ആയതുകൊണ്ട് നമ്മുടെ ഒനിൽ സേവാണ്. അത് കൂടാതെ രക്ഷപ്പെട്ട 2 പേരുണ്ട്, ഒന്ന് അനുമോളും ഒന്ന് നിവിനും. എന്തുകൊണ്ട് അനുമോള് രക്ഷപ്പെട്ടു എന്ന് എനിക്കറിയില്ല, കാരണം എല്ലാവരുടെയും ബദ്ധശത്രു അനുമോളായിരുന്നു. നിവിന് ഓൾറെഡി എനിക്ക് തോന്നുന്നു ഈ കഴിഞ്ഞ ആഴ്ച നടന്ന സംഭവങ്ങളിൽ നിവിൻ്റെ ആ ഒരു വിഷമം എല്ലാവരും കണ്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു കൺസിഡറേഷൻ ഉള്ളതുകൊണ്ടായിരിക്കണം ഒരാൾ പോലും നിവിൻ്റെ പേര് അവിടെ പരാമർശിച്ചില്ല. പിന്നെ നോമിനേഷൻ നടന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ തവണ നടന്ന പോലെ തന്നെ കുറച്ച് പേര് അകത്തും കുറച്ച് പേര് പുറത്തുമായിരുന്നു. ഈ ഓപ്പൺ നോമിനേഷൻ ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പേരുകൾ കിട്ടുമല്ലോ. ഇപ്പോൾ ഒരു 6 പേര് ഇങ്ങനെ ഓപ്പൺ നോമിനേഷനാണ് ചെയ്യണമെങ്കിൽ 6 പേര് 2 പേര് വെച്ച് 12ആയി. അപ്പോൾ കോമൺ ആയിട്ട് ചില ആൾക്കാർ എന്ത് ചെയ്തു, ജിഷിൻ്റെ പേരൊക്കെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു. അതിൻ്റെ ഒരാവശ്യമില്ല. അവർ ആ അവസരം മുതലാക്കേണ്ടത് എനിക്ക് തോന്നിയത് ആ സമയത്ത് അവിടെ നോമിനേഷനിൽ വരാത്ത ഒരാളുടെ പേര് പിക്ക് ചെയ്യുക എന്നുള്ളതാണ്. അത് ജിഷിൻ ശരിക്കും അവിടെ എടുത്ത് പറയുന്നുണ്ട് കേട്ടോ, നിങ്ങൾ അങ്ങനെ ആയിരുന്നു ചെയ്യേണ്ടിയിരുന്നതെന്ന്. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ അതിനകത്ത് ഏറ്റവും വലിയൊരു സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ അനീഷിന് നോമിനേഷൻ പവർ കിട്ടിയല്ലോ. ഈ അകത്ത് വേണോ പുറത്ത് വോട്ട് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ അനീഷ് ഒറ്റയടിക്ക് തന്നെ പറഞ്ഞു എനിക്ക് പുറത്ത് വോട്ട് ചെയ്താൽ മതി. അതായത് നോമിനേഷൻ ചെയ്യാനുള്ള ആളെ ഞാൻ പുറത്ത് വെച്ച് പറഞ്ഞോളാം എന്ന് പറഞ്ഞിട്ട് പുറത്ത് വെച്ച് കാരണം സഹിതം പറഞ്ഞിട്ടുണ്ട്. അനീഷ് കാണിക്കുന്ന ആർജവം കാണാൻ നല്ല രസമാണ്. എന്തൊക്കെ പറയാനും നമ്മൾ ബിഗ് ബോസിനെ ഒരുപാട് ഇഷ്ടപ്പെടുന്നവർ ഇതുപോലെ ഈ ഒരു ഗെയിം സ്പിരിറ്റോടു കൂടി ആൾക്കാർ ചെയ്യണം എന്നൊക്കെ ആലോചിക്കാറുണ്ടല്ലേ. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് അങ്ങനെ അനീഷ് ഇങ്ങനെ എടുത്ത് വന്ന് മുന്നിൽ നിന്ന് കാര്യങ്ങളൊക്കെ പറയുന്നത്. എന്താണെന്നുണ്ടെങ്കിലും വീഴുന്നവരെയും വാഴുന്നവരെയൊക്കെ നമുക്ക് അടുത്താഴ്ച അറിയാൻ പറ്റുള്ളൂ. പക്ഷേ അവർക്ക് വേണ്ടിയിട്ടുള്ള സപ്പോർട്ട് ഗെയിം കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ആ മത്സരാർത്ഥിന് ഇഷ്ടമായെങ്കിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുക. കുറേ ആൾക്കാർ ഇപ്പോഴും സേഫ് ഗെയിമേഴ്സായിട്ട് അവിടെ ഉണ്ട്. നമ്മൾ ടോപ്പ് 5 എത്തുമ്പോൾ മികച്ച മത്സരാർത്ഥികളായിരിക്കണം ടോപ്പ് 5 ഉണ്ടാവേണ്ടത്. അതല്ലാണ്ട് സ്വഭാവ ഗുണം നോക്കിയിട്ടോ ആരോടും വഴക്കിടില്ല എന്നൊക്കെ നോക്കിയിട്ടോ ഒന്നും ആരും വോട്ട് കൊടുക്കാതെ നല്ല ഗെയിമേഴ്സിനെ സെലക്ട് ചെയ്ത് വോട്ട് കൊടുക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. അതേ ആ സബ്സ്ക്രൈബ് ബട്ടൺ അവിടെ ഉണ്ട് കേട്ടോ, ചെയ്യാത്തവരൊന്ന് ചെയ്തേക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ് മീ. ബൈ.